ഹൗ ടു ക്രിയേറ്റ് എ വാലറ്റ് ഇൻ എ ടോക്കൺ പോക്കറ്റ്. പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ടോക്കൺ പോക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിന് മുന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് മറക്കാതെ സൂക്ഷിച്ച് വെക്കുക, എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കരുത്, റെക്കോർഡ് ചെയ്യരുത്, ഫോട്ടോ എടുക്കരുത്, ഒന്നും ചെയ്യരുത്. പിന്നെ 12 വേർഡ് കിട്ടും, ഒരു 12 വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതും എടുത്തു വെക്കണം. ഇത് രണ്ടും ഇല്ലാതെ നമുക്ക് ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡോളർ കൊണ്ടുള്ള ഇടപാടുകളാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ഈ റിക്കവറി ഫ്രേസ് ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്തു വെക്കുക. നെക്സ്റ്റ് വരുന്നത്, ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോണ്ട് അലോ കൊടുക്കുക. അതിനുശേഷം ഐ ഡോണ്ട് ഹാവ് എ വാലറ്റ്, എൻ്റെ താഴെയാണ് ക്രിയേറ്റ് എ വാലറ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അതായത് രണ്ടാമത്തെ ഓപ്ഷനിൽ ഐ ഡോണ്ട് ഹാവ് എ വാലറ്റ്, അവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു വരും. ഇതിൽ സെറ്റ് ചെയ്യുക, ടിക്ക് കൊടുക്കുക, കൺഫേം ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൊടുക്കണ പാസ്വേഡ് സൂക്ഷിച്ച് വെക്കണം. ഇതുപോലെ തന്നെ ഒരു 12 വേർഡ് എഴുതുന്ന ഒരു വേർഡ് വരും, ഫ്രേസ് വരും, അതും എഴുതി വെക്കണം. അതില്ലാതെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ താഴോട്ട് വരുമ്പോൾ ബിറ്റ് കോയിൻ, എതറിയം, BNB ചെയിൻ. അതിൽ BNB ചെയിനാണ് നമ്മൾ യൂസ് ചെയ്യണത്. വാലറ്റ് നെയിം കൊടുക്കുക, BNB ചെയിൻ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ സെറ്റ് HD വാലറ്റ് നെയിം കൊടുക്കാൻ പറഞ്ഞു വരും. നെയിം കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നമ്മുടെ പേര് കൊടുക്കാം, അല്ലാതെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര്, സച്ചിൻ, അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ക്രിയേറ്റ് റിക്കവറി ഫ്രേസ് കൊടുക്കുക. ഇനി വരുന്നത് 12 വേർഡ് അടങ്ങുന്നൊരു ഇതായിരിക്കും, സ്ക്രീനായിരിക്കും വരിക. ഇവിടെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പേരിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും വരിക. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ആരും കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ വാലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, വേറെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഇതിനെ ചെക്ക് ബാക്കപ്പ് കൊടുക്കുക. അതിന് നെക്സ്റ്റ് കൊടുത്ത് പോകാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് അതിൽ ഏതാണ് കൊടുത്തത് ഫസ്റ്റത്തെ, അത് ഓരോന്നോരോന്നായി കൊടുക്കാണ്ട് 12 പേരും കറക്റ്റ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണോ അതുപോലെ അടിച്ചു കൊടുക്കുക. 12ാമത്തത് വരെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് കൊടുക്കുക. നെക്സ്റ്റ് കംപ്ലീറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ മൂന്നാമത്തെ ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ USDTയും BNB ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്.